2022 മാർച്ചിലാണ് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നത്. സോ 2024 എത്തി നിൽക്കുമ്പോൾ 20,000 കിലോമീറ്റേഴ്സിന് മേലെ വണ്ടി ഓടിയിട്ടുണ്ട്. 5 സർവീസ് കഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ആക്സസറീസ് ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ബൈക്കിൻ്റെ പവർ, പെർഫോമൻസ്, ബ്രേക്കിംഗ്, ഹാൻഡ്ലിങ്ങിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ല. ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഈ ബൈക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് വേറെ ലെവലാണ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മനസ്സിലാകാത്തവർക്കായി റിവൈൻഡ്. ഒരു നോർമൽ സ്പീഡിൽ വരുമ്പോൾ ഇതേപോലെ അശ്രദ്ധമായി കയറി വരുന്നവർ ഒരുപാട് കാണും. ഇതേപോലെ അശ്രദ്ധമായി വരുന്നവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ സ്പ്ലിറ്റ് സെക്കൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് സ്റ്റോൾ ആവാതെ മറ്റാരെയും ഇടിക്കാതെ ബൈക്ക് കയ്യിൽ നിന്ന് പോകാതെ ഇങ്ങനെ റിക്കവറി ചെയ്യാനുള്ള ഒരു മനക്കരുത്. അതാണ് ഞാനതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ കംഫർട്ട്. തൃശ്ശൂർ ട്രിവാൻഡ്രം ഒറ്റ സ്ട്രെച്ചിൽ പോയാലും ക്ഷീണം ഉണ്ടായിട്ടില്ല. പ്രീവിയസ്ലി NS, AS, ക്ലാസിക് 350, RS 350, R15, ഡോമിനാർ വളരെയധികം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് വൈബ്രേഷൻസ് വളരെ കുറവാണ്. അലോസരപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇല്ല. ഇത്രയും ഹൈറ്റിലിരിക്കുമ്പോൾ മോസ്റ്റ് മെജോറിറ്റി നമ്മൾ കാണുന്ന ബൈക്സിനെ വെച്ച് നോക്കുമ്പോൾ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ്. അത് വളരെ ഗുണകരമാണ്. എസ്പെഷ്യലി ട്രാഫിക്കിലും ഗാർഡ്സിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇത്ര ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് പല അപകടങ്ങളും ഒഴിവാക്കാനും തൊട്ട് മുന്നിലുള്ള വണ്ടിക്ക് മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും കാണാനായിട്ട് നമുക്ക് പലപ്പോഴും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഫ്യൂവൽ ടാങ്കിന് ചില നേരത്ത് തുറക്കാനായിട്ടൊരു മടി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് WD-40 ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്യൂ മാറാറുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ത്രോയാണ്. ലൈറ്റിൻ്റെ ത്രോ വൈഡ് സ്പ്രെഡ് അത്ര ഓക്കെ അല്ല. ഹൈ ബീമിൽ പെർഫെക്റ്റ് ആണ്, പക്ഷേ ലോ ബീമിൽ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ ഫുൾ ടൈം ഹൈ ബീമിലിട്ടിട്ട് ഓടിക്കത്തില്ലല്ലോ, കാരണം മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഹൈ ബീമിലിട്ട് ഓടിക്കുമ്പോൾ ഫുള്ളി സാറ്റിസ്ഫാക്ടറി ആണ്. അല്ലാത്തതിൽ ഒരു വൈഡ് ആയിട്ടുള്ള ത്രോ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്കിലും പവർഫുൾ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് കേട്ടോ. പിന്നെയുള്ളൊരു ഇഷ്യൂ, സർവീസ് കഴിഞ്ഞപ്പോൾ ടാങ്ക് അവർ റീഫിറ്റ് ചെയ്ത സമയത്ത് ഒരിക്കലും ഒരു അലൈൻമെൻറ്റിൻ്റെയോ സെൻസർ സംതിങ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂവലിൻ്റെ റേഞ്ചും അതേപോലെ തന്നെ ഫ്യൂവൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഫോൾട്ടി ആയിട്ട് കാണിച്ചിരുന്നു. അത് വീണ്ടും ചെന്ന് റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇഷ്യൂ റിസോൾവ് ആയിരുന്നു. അതല്ലാതെ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതിപ്പോൾ ഓൺ ദ ഗോ ആണെന്നുണ്ടെങ്കിലും ഒരാഴ്ച വണ്ടി ഓടിക്കാതെ വീട്ടിൽ ഇട്ടതിന് ശേഷം തിരിച്ചെടുക്കുമ്പോഴാണെങ്കിലും നോ പ്രോബ്ലംസ്. മെയിൻ്റനൻസ് കോസ്റ്റ് എനിക്ക് വളരെ കുറവാണ് വന്നിരുന്നത്. പീരിയോഡിക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് വണ്ടി മെയിനിൽ കയറ്റിയിരിക്കുന്നത്. അതുകൂടെ ഒരു 2 times, ഒന്ന് ആ ടാങ്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ കാരണവും, രണ്ടാമത് ഒരു ബ്രേക്കിൻ്റെ അവിടെ നിന്ന് ഒരു ശബ്ദം വരാൻ തുടങ്ങിയ സമയത്ത് അതിന് വേണ്ടിയിട്ടുമാണ് കയറ്റി. അതിൻ്റെ കൂടെ തന്നെ കോൺസെപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്, അതിൻ്റെ ബെയറിംഗ് ഒന്ന് മാറ്റുന്നത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ചെയ്തായിരുന്നു. ഇതാണ് എനിക്ക് ടോട്ടൽ ഒന്ന് മെയിൻ്റനൻസ് കോസ്റ്റ്. പിന്നെ കുറച്ച് നേരം ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്ത് ട്രിപ്പ് അടിക്കുന്ന സമയത്ത് നമുക്ക് സർവീസ് ചെയ്ത് വണ്ടി എപ്പോഴും ഇരിക്കുമ്പോൾ ആ സ്റ്റോക്ക് കണ്ടീഷൻ്റെ ഒരു ഫീൽ എപ്പോഴും കിട്ടുന്നുണ്ട്. ബൈക്കിൻ്റെ ഒരു കപ്പാസിറ്റി, അതിൻ്റെ ഒരു നേച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് ഒരു 34 to 38 ഇടയിലാണ്. അതിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡുമാണ്. ബിക്കോസ് എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈലിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും പിന്നെ റൈഡ് ചെയ്യുന്ന രീതി, വഴി, അതൊക്കെ വെച്ച് നോക്കുമ്പോഴും എനിക്ക് ഈ മൈലേജ് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് തോന്നിയത്. ഹൈവേയിൽ എന്തായാലും ഒരു 40 അടുത്ത് മൈലേജ് വണ്ടി തരുന്നുണ്ട്. അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ലോങ് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഷോർട്ട് ആയിട്ടുള്ള റൈഡുകളിലും അതേപോലെ തന്നെ സിറ്റി ട്രാഫിക്കിലും മൈലേജ് നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്, റഫ് റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ആക്സസറീസ് എന്ന് പറയാനായിട്ട് ഞാൻ ഫ്രണ്ട് ടയർ മാറി. അത് എനിക്ക് MRFൻ്റെ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാക്സിസിൻ്റെ ടയറാണ് ഇട്ടത്. സാറ്റിസ്ഫാക്ടറി ടയറാണ്, വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല, വലിയ ഫോം മണിയാണ്. പിന്നെ ഞാനൊരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് കാലം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടൊരു ഗാർഡും പിന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡിനൊരു എക്സ്റ്റൻഡറും വെച്ചായിരുന്നു. എക്സ്റ്റൻഡർ ഉരുപ്പോയി. പിന്നെ YellowFിൻ്റെ ഒരു ഫോൺ ഹോൾഡറാണ് വെച്ചത്. ബേക്കാറാണ്, കൊള്ളത്തില്ല. ആദ്യത്തെ 1-2 റൈഡിന് ഓക്കെ ആയിരുന്നു. പിന്നെ സ്ക്രൂ ഓട്ടോമാറ്റിക്കലി അൺസ്ക്രൂ ആവാൻ തുടങ്ങി. പിന്നെ ഒരു ക്രാഷ് ഗാർഡും ഫ്രെയിം സ്ലൈഡറും അതോടൊപ്പം തന്നെ ഒരു സാഡിൽ സ്റ്റേയും വെച്ചിരുന്നു. ഇത് ബാൻഡഡോസിൽ നിന്നാണ് മേടിച്ചത്. അവിടെ നിന്ന് തന്നെയാണ് ഫോൺ മൗണ്ടും ഇൻസ്റ്റാൾ ചെയ്തത്. പഴയ ഫോൺ മൗണ്ട് മാറ്റിയതിന് ശേഷം പുതിയതാണ് വെച്ചത്. ഇതിൽ അത്യാവശ്യം നല്ല റിജിഡ് ആയിട്ടുള്ളൊരു ബിൽഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പോരാതെ തന്നെ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണിനും ഇത് സ്യൂട്ടബിൾ ആണ്.
വെൽ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹിമാലയൻ ആയിരുന്നു ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്ന വണ്ടി, പിന്നെ ഡോമിനാർ ആയിരുന്നു. അതിനുശേഷം ഞാൻ 250 കൺസിഡർ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ലൈക്ക് ഹയർ സെഗ്മെന്റിലുള്ള വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ലൈക്ക് ഡോമിനാറിനൊക്കെ ആ വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് വെയിറ്റ് ഒക്കെ അത്ര ഓക്കെ ആയിട്ട് തോന്നില്ല, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് തോന്നില്ല. പിന്നെ ഹിമാലയൻ്റെ ലുക്ക് സബ്ജക്റ്റീവ് ആണ്, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ആ ലുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടിയുടെ വെയിറ്റ് ഒരു ഇഷ്യൂ ആണ്. പിന്നെ എനിക്ക് അലോയ് വീലുള്ളൊരു വണ്ടിയോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനത്തെ പല റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്തത്. ദെൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഫസ്റ്റ് ഡ്രൈവിൽ തന്നെ എനിക്ക് വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു. സോ അന്ന് തന്നെ നമ്മളത് തീരുമാനിച്ചു ഈ വണ്ടി തന്നെ എടുക്കുക എന്നുള്ളത്. പിന്നെ അന്ന് ആ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് ലോഞ്ച് ചെയ്ത സമയത്തിന് 2020-2021 ടൈമിലാണെന്ന് തോന്നുന്നു ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2022 ആയപ്പോൾ വണ്ടിയുടെ പ്രൈസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. അക്കാര്യത്തിൽ ഇപ്പോഴും ആ തോന്നലിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് ഫുള്ളി വാല്യൂ ഫോർ മണി.